മൂടല്ലേ മൂടല്ലേ തിന്നാന് സജി. അസ്സലാമലൈക്കും ഗൈസ്. എന്താ പറയാ, വല്ലാത്തൊരവസ്ഥയിലാണല്ലോ. ഒരു വ്ലോഗ് എടുക്കാൻ വേണ്ടി പുതിയൊരു ക്യാമറ എടുത്തു. ആ ഒരു ക്യാമറ ആയിട്ട് പല സംഭവങ്ങളും ചെയ്യണം, പല വീഡിയോസ് എടുക്കണം, ഇന്നത്തെ സാറ്റർഡേ വ്ലോഗ് കിടിലനാക്കണം എന്നൊക്കെ വിചാരിച്ചു. ഫസ്റ്റ് ക്യാമറ എടുത്ത് അൺബോക്സിങ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോൺ ചതിച്ചു, ഫോണിൽ സ്റ്റോറേജ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതിനുശേഷം പിന്നെ നമ്മൾ ഇഫ്താർ ഉണ്ടായിരുന്നു, നോമ്പാണ്, നോമ്പ് 18 അപ്പോൾ അതിൻ്റെ ഇഫ്താർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇഫ്താറിൻ്റെ വീഡിയോസ് എടുക്കണം എന്ന് വിചാരിച്ചു. അതും നടന്നില്ല. അത് നടന്നില്ല എന്താ വെച്ചാൽ നമ്മളെ ഈ DJൻ്റെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ആക്കാണ്ടായിരുന്നു. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആക്കി കണക്ട് ചെയ്താലേ അതെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും നടന്നില്ല. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് എല്ലാം റെഡി ആയി വന്നപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് കണ്ടക്ട് ചെയ്യുന്ന സുഹൂറിൻ്റെ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വിചാരിച്ചു. അതിനിറങ്ങിയപ്പോൾ നമുക്ക് മെട്രോ കിട്ടാനില്ല. എന്തോ ഒരു പ്രശ്നമുള്ള ദിവസമാണെന്ന് തോന്നുന്നു. എനിവേ അൽഹംദുലില്ലാ നമ്മൾ പുതിയൊരു DJI Osmo Pocket 3 എടുത്തുകയാണ്. ആൻഡ് പ്രത്യേകിച്ച് എന്താ പറയുക, കൂടുതലും വ്ളോഗ് വൈസ് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നുണ്ട്. എനിവേ ഗൈസ്, ആ കോൾ വന്ന് നന്നായി വിചാരിക്കുന്നു. കാരണം ഞാൻ വോയിസ് ഇപ്പോഴാണ് ചെക്ക് ചെയ്ത്. ആൻഡ് വോയിസ് വളരെ വളരെ ശോകമായിരുന്നു ഞാൻ ഫസ്റ്റ് ഷൂട്ട് ചെയ്തതിൽ. അപ്പോൾ ഞാൻ ഈ മൈക്കും പാടൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. ഈ മൈക്കിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് അറിയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായ് എയർപോർട്ട് ഫ്രീ സോൺ മെട്രോ സ്റ്റേഷൻ്റെ താഴെയാണ്. മെട്രോ മിസ്സായതുകൊണ്ട് എന്തായാലും ഈ പില്ലറിൻ്റെ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചു. നമുക്ക് വിദൂരതയിൽ നമുക്ക് വിദൂരതയിൽ കാണാം. അയ്യോ ഗൈസ്, ഇത് യൂസ് ചെയ്ത് തുടങ്ങുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇതിൽ സൂം ഓപ്ഷൻ ഉണ്ടായിരുന്നു, കാണാനില്ല. ഞാൻ ഒന്നുപാട് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇപ്പോൾ ശരിയായി ഗൈസ്. അപ്പോൾ നമുക്ക് വിദൂരതയിൽ കാണാൻ പറ്റുന്നതാണ് നമ്മളെ ടി ജംഗ്ഷനിൽ നമ്മളെ റമദാനായിട്ട് നടക്കുന്ന പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തിരക്കുണ്ട്. പിന്നെ നല്ലൊരു ഹൈവേ റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ മൈക്ക് എന്തുകൊണ്ടും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ട് തന്നെ ആയിട്ട് എനിക്ക് തോന്നി. സോ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഡേ പോയത്. സമയം ഇപ്പോൾ ഏകദേശം 12 മണി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് കാര്യം പറഞ്ഞു, മെട്രോ ഇല്ല. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ലൈക്ക് ആരെങ്കിലും നമ്മളെ പിക്ക് ചെയ്യാൻ വരുമോയെന്ന്. സുഹൂറിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, ഇത് നമ്മളെ കൂടെ ഇവിടെ ദുബായിൽ പഠിച്ച എൻ്റെ ഫ്രണ്ട്സാണ്. എൻ്റെ കൂടെ ദുബായിൽ ഏകദേശം നമുക്ക് തോന്നുന്നു 2nd സ്റ്റാൻഡേർഡ് മുതൽ 8th സ്റ്റാൻഡേർഡ് വരെ ഞാൻ അവിടെ ദുബായിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ന്യൂ ഇന്ത്യ മോഡൽ സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ ടൈമിലുള്ള എൻ്റെ ഫ്രണ്ട്സാണ് സുഹൂർ നടത്തുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം കുറേ കൊല്ലങ്ങൾക്ക് ശേഷം പലവരും കാണാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വല്ലാതെ ഉണ്ട്. പക്ഷേ പോകാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല. സോ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കണ്ട. നമ്മളെന്തായാലും ഇൻഷാ അല്ലാഹ് ഇനി പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് മന്ത് ഇൻഷാ അല്ലാഹ് ഒരു സർപ്രൈസ് ഉണ്ടാവുന്നതാണ്. ആൻഡ് ഈ ഒരു ചാനൽ ഞാൻ തുടങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ട്. ഏകദേശം നമുക്ക് തോന്നുന്നു 4 to 5 years ആയിട്ടുണ്ട്. പക്ഷേ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്നാലും അൽഹംദുലില്ലാ അത്യാവശ്യം വീഡിയോസൊക്കെ ഇട്ട് നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓടിച്ചാടി എത്തി. നീന്റെ മൂടാടി ഡബിങ്. അപ്പോ എന്ത് ഡബിങ് ഒന്നുമില്ല. നമ്മളിപ്പോ എല്ലാവരും കാണാൻ വന്ന മൂടല്ലേ ഒരേ വീട്. സോ ഫൈനലി നമ്മളെ ചെക്കന്മാര് ഇമ്മിച്ചനും ബലൂച്ച് മർവാനും രണ്ടാളും എത്തിക്കണത് നമ്മളെടുക്കാൻ. അപ്പൊ ഇനി ബാക്കി പരിപാടികള് അവിടെ പോയിട്ട് സെറ്റാക്കല്ലേ. ഹലോ ഗായ്സ്, വെൽക്കം ടു മുസ്തൂസ് വ്ളോഗ്. ചെക്കനെ സീനാക്കണ്ട ഇട്ടോട്ടെ, ടെൻഷൻ ഉണ്ടാവും. നമ്മള് എവിടെയുള്ള സ്പോട്ട് പറയും? കുട്ടങ്ങാടിയിൽ അങ്ങാടിയിൽ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്.
വലിയ ക്യൂ കാണാം. മുതലാളി കാണില്ലതൊന്നും ഇതിനൊന്നും കാണില്ല. അന്നല്ലല്ലോ കേട്ടോ. മാനേജിംഗ് ഡയറക്ടർ സാധനമുണ്ടോ കയ്യില്? അയ്യേ ബ്രോ. എല്ലാവരും ഉണ്ട്. ഇൻഷാല്ലാ ഫുഡിന് ഇരുന്നിട്ട് കാണാൻ മതി. വെയിറ്റ് ആൻഡ് സീ. എന്തായാലും ഞാനൊന്ന് വന്നിട്ട് നോക്കട്ടെ. ഡയറ്റിലാ നമുക്ക് എന്താ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാ ഉള്ളത്? ഫുഡ് ഐറ്റംസ് 25 ബുക്ക് ചെയ്ത് ഞാൻ ഓക്കെ. ഇത് നെയ്യും നമ്മളെ കൽബാണ്, കരളിന്റെ കഷ്ടമാണ്. കറലിന്റെ കഷ്ടമാണ്. ഒക്കെയാണ്. ഇത് വേറെ ഒരിച്ച ഐസ്ക്രീം. ഇത് സ്വീറ്റ്സാലേ? ചക്കവർത്തി ഫുഡങ്ങാടി. അതിനുള്ളിൽ വേറെ ആംബിയൻസാ. പോടാ സീന. ഇമ്രാൻ പ്ലേറ്റ് വേട്ടെ. ഇതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടാ. ഇവിടെ ശ്രദ്ധിക്കടാ. സാലഡ് ഉണ്ട്. ഞാൻ പറയാം സാലഡ് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ തിന്നാല് സാലഡ് തിന്നാനാ. പിന്നെ സാലഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിൽ ഞാൻ എടുക്കുന്നുണ്ട്. റെക്കോർഡിങ് ആയാ നമ്മുടെ ഫുഡിൽ 50% സാലഡാണ്. ഓക്കെ. ഇതാണ് ഇജ്ജ് കമന്റ് ഇട്ടാ നിൽക്കില്ലേ? ഷുഡ് ഹാവ് സാലഡ്സ്. സോ ഷുഡ് ഹാവ് സാലഡ്സ്. എത്ര മതി? എത്ര മതി? ഇത്ര മതി. എത്ര വേണ്ട? എന്തിലോ പറഞ്ഞു? ഡയറ്റിലോ? ഡയറ്റിലാണ്. ശ്രദ്ധിക്കൂ. ചോറോ? ഇത് കപ്പുണ്ട്, മീൻ മുളകിട്ടത്. കപ്പയും മീൻ മുളകിട്ടും വേണ്ട. നോട്ട് ഇൻട്രസ്റ്റഡ്. അച്ചാറുണ്ടോ കേട്ടോ? സൈഡിലിട്ടോ. താങ്ക് യു. ഫസ്റ്റ് ഹെൽത്തിയാ, അങ്ങോട്ട് മതി മതി. നമ്മൾ നെയ്ച്ചോറിന് കോൺസെൻട്രേറ്റ് ചെയ്യാം. അവിടെ ചോറൊന്നും വേണ്ട. അവിടെ നെയ്ച്ചോറുണ്ട്, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. പപ്പടം വേണമെങ്കിൽ പപ്പടം ഇരുന്നോട്ടെ. നോക്കുമല്ലേ? ഇന്നൊക്കെ വീഡിയോയിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇതാക്കും. ഇത്ര വേണ്ട, കുറച്ച് മതി. ബസ്. അച്ചാറുണ്ടോ? അച്ചാർ വേണ്ട. ഉണ്ടോ റജിണ്ടാ? ഇല്ല. ഞാനെന്നെ ഇതെന്താ? ഫിഷ് ഫ്രൈ വേണ്ട. ചോറ് നീട്. അവിടെ നെയ്മേ ജിന്റെ ബാക്കില് അവിടെ എന്നാ ഞാനുണ്ട് എൻ്റെ കൂടെ. മറക്കണ്ട കേട്ടോ, കുറച്ച് മതി. അങ്ങനെ എനിക്ക് കുറച്ചും കൂടി ഇടട്ടെ. അതിലെ ഇതെന്താ പറയും? ഉറപ്പിക്കാവോ? കുറച്ച് കറി വെച്ചോ. താങ്ക് യു. ഇഫട്ടി കുറച്ചു നേരം നിന്നാലായിരുന്നു. അല്ല ഈ കഴിച്ചിട്ട് കാണല്ലേ? ജുഹേറിനൊന്നും ഇറങ്ങുന്നില്ല. ഒറ്റ വൈറ്റ് എടുത്താ. ഓ 2026 അറിയോ? കബീബിന്റെ ലൈറ്റ് പ്രോ. എന്തിന് കബാബ് കബീബ് ക്യാമറ പോ. കബീബ് താടി സ്റ്റൈൽ. ബാസി ഹനാൻ എൻ്റെ മുത്തേൻ്റെ ഞാൻ പറയട്ടെ. എൻ്റെ ഇല്ലേ അല്ല ലോഡഡ് ഫ്രൈസ്. ഹ്യൂജ് ഫാൻ.
Ahmad. So this is Ahmad. Oh, inshallah. ചെറിയൊരു വ്ളോഗടാ. അടുത്ത കൊല്ലം കാണാം. മുത്തേ ഓക്കെ വലൈക്കും അസ്സലാം. ക്യാമറ കുഞ്ഞ് കൈ കാണിച്ചാൽ നാളത്തെ ഭാവി വാഗ്ദാനം ഞാൻ ഉറപ്പരും 100%. അടുത്ത കൊല്ലം കാണാം. അടുത്ത കൊല്ലം കാണാം. സോറി ഞാൻ ഇപ്പം പോകുന്നില്ല, പോകുന്നു പറഞ്ഞിട്ട് വേറെ വരാം. ഓക്കെ നോക്കടാ. ദിസ് സജി. ഇതൊക്കെ നമ്മളൊരു കാലത്തെ എന്താ പറയാ, ദിസ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. അതും എന്താ പൊത്തിന്ന് ഇമ്രാന്റെ ഉണ്ടോ? ഇമ്രാന്റെ എല്ലാ സാധനം അല്ല ഇവന് നിതിൻ കയറിക്കില്ല. അപ്പോ നമ്മുടെ പ്രൈവറ്റ് ഫോൺ ഇഷ്ടം പോലെ ഇനി വരും ബ്ലോഗിൽ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടാവൂലേ? ഉണ്ടാവണോ? പാർട്ടിസിപ്പേറ്റ് ചെയ്തോ? ഇതാണ് നമ്മുടെ മിസ്റ്റർ ഹനാൻ. ഇങ്ങോട്ട് ലൈറ്റ് അപ്പോ നമ്മളോട് പറഞ്ഞത് ഇതാണ് നമ്മുടെ ഹനാൻ ഷാ. ഹനാൻ ഈസ് Banana is a very big business. He's entrepreneurship. Yeah. He's having burger shop. Yeah. You know, like M10 restaurant. M10 in the burger. Must try സാധനമായിട്ട് ഞാൻ പറയാ. ഒന്നാ ബീഫിന്റെ ബർഗർ അതും പിന്നെ മറ്റേ ലോഡഡ് ഫ്രൈസ്. ചിക്കനാണ് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യാം. പെട്ട സാധനമാണ്. ബീഫ് അടിപൊളിയാ, ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഇവനും അടിപൊളിയാണ്. പിന്നെ അവിടെ പോയിട്ട് ഹനാൻ 10 എന്ന് പറഞ്ഞിട്ട് ഫ്രീ ബർഗർ കിട്ടും. അത് കട്ട് ചെയ്ത് എഡിറ്റർ കട്ടുന്നു. അപ്പോൾ എന്തായാലും നമ്മളെ സുഹൂർ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാഹ് മബ്രൂക്ക്. ഞങ്ങള് നെയിമാണ് ഫുൾ കോർഡിനേറ്റ് ചെയ്ത് ഫുൾ എല്ലാമായിട്ട് ചെയ്തത്. അപ്പോൾ നമ്മള് കൊല്ലത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. അതെ, ഒരാളൊക്കെ ഇതൊക്കെ നമ്മളെ മെയിൻ ആളാണ് അമീൻ. അമീൻ ദുബായിൽ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. എവിടെ പിന്നെ 2 മണിക്കൂറിൽ ഒന്നും നടക്കാൻ പോകുന്നൊന്നുമില്ല. എന്തു സംഭവിക്കാൻ അങ്ങനല്ല. അപ്പോ എന്തായാലും അടിപൊളി സുഹൂറായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും അടിപൊളിയായി. കുറേ കാലങ്ങൾക്ക് ശേഷം ചില ആൾക്കാരൊക്കെ 7 കൊല്ലത്തിന് ശേഷം കണ്ട്. നമ്മൾ ഇനി അടുത്ത വ്ളോഗിലൊക്കെ വരുന്നതായിരിക്കും. അതെ, ഉണ്ടായിരിക്കും, ഉണ്ടാവേണ്ടതാണ്. പിന്നെ ഒരാളെ ഞാൻ കാണിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇദ്ദേഹത്തിന് വരും കാലത്ത് വലിയൊരു അങ്ങനൊന്നും പറയരുത്, വലിയൊരു പരിപാടി വരാൻ പോകുന്നുണ്ട്. ഒറ്റയടിക്ക് പറയരുത്, ടെൻഷനാവും. ക്യാമറ ഓണാക്കി അവൻ്റെ സൗണ്ട് ഓണാവും. തുടങ്ങിയ
സോ ഗൈസ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നാലരായിട്ടുണ്ട്. ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ചായ കുടിച്ചതിന് ശേഷം റൂമിലേക്ക് പോകുന്നതാണ്. നാളെ സൺഡേ ഉണ്ട്, ഒരേ ഉറക്കവും. എനിവേ നല്ലൊരു ഡേ ആയിരുന്നു. നമ്മളെ ചെക്കന്മാരുമായി നല്ലൊരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റി. This two guys, this guy, പിന്നെ ആ ഗൈ, ഇതൊക്കെ നമ്മൾ ടൈമിലെ കിഡിലൻ ഗ്യാങ് ആയിരുന്നു. അയ്യോ ഇവനെ ഞാൻ പറയാൻ വിട്ടുപോയി. സജി റസാഖ് വാസ് ഓൾസോ കിഡിലൻ ചെങ്ങായി. നമ്മൾ കിഡിലൻ ഗ്യാങ് ആയിരുന്നു. എനിവേ നമ്മൾ ഈ ക്യാമറൻ്റെ പിഞ്ഞും കാര്യങ്ങൾ കുറേ ടെസ്റ്റ് ചെയ്യാണ്ട്. സോ ദാറ്റ്സ് ഓൾ. ഉറക്കത്തിൻ്റെ ഒരു ഇതിലാണ് ഒക്കെയാണ് പറയുന്നത്. ചായ വന്നിട്ടുണ്ട്. എനിക്ക് പറഞ്ഞപ്പോൾ ഇത്ര വലിയ ക്ലാസ്സൊന്നും വിചാരിച്ചില്ല. കളി കഴിഞ്ഞില്ല, ഓൺഗോയിങ് കളി. എല്ലാവരും കളിയിലാണ്. സീൻ കളി. ആരാ അവിനാശ്? ആരാ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈൻഡിങ് അപ്പ് ഡെഡ് ആയിട്ടുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 5:33. ഈ റൂമിൽ പോവാ. ചെറിയൊരു മീറ്റപ്പ് ആയിരുന്നു. വളരെ ചെറിയ മീറ്റപ്പ് ആയിരുന്നു. ഒരു കൊല്ലത്തിന് ശേഷം ഒരു കൊല്ലം മതിയോ? അല്ല ഒരു കൊല്ലം ഞാനും ഇവനെ കണ്ടിട്ട് ഒരു കൊല്ലത്തിന് നമ്മളൊരു കൊല്ലായില്ലേ? പിന്നെ കഴിഞ്ഞ ഫെബ്രുവരി ഒന്നല്ലേ. അപ്പൊ എന്തായാലും അത്യാവശ്യം ലോങ് ആയിട്ട് കണ്ട ആൾക്കാരായോണ്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ലെങ്ത്താണ് ഇന്ന് ഹോൾ ഡേ. ഭയങ്കര ലോങ് ഡേ ആയിരുന്നു. സോ റൂമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോവുക, നിസ്കരിക്കുക, ഡെഡ്. സോ നാളെ കാണാം. ജുഹേറുണ്ട് കൂടെ. ജുഹേറാണ് ഡ്രോപ്പ് ആക്കണേ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ കാണാം. ബൈ.